അതായത് നമുക്കൊരു 4,00,000 രൂപ അല്ല 5,00,000 രൂപ നമുക്ക് ഒരു വർഷം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ ഈസിയാണ് നമുക്ക് പണം സേവ് ചെയ്യുന്നതിന്. നമ്മൾ ഉണ്ടാക്കുന്ന പണം നമ്മൾ വേസ്റ്റായി കഴിയുന്ന ഒരു പ്രധാന ഏരിയ ആണ് ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത്. ഈ വൈകുന്നേരം, അതായത് ഈ പീക്ക് ടൈമിൽ യൂണിറ്റ് റേറ്റ് കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ അതിന്റെ വോൾട്ടേജ് ആ സമയത്ത് നമുക്ക് കുറവാണ്. ആ വോൾട്ടേജ് കുറയുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ നമുക്ക് എനർജി കൺസപ്ഷൻ കൂടും. ഇങ്ങനെ എന്താവും, നമുക്ക് ഈ 12 രൂപ എന്നുള്ളത് 15 രൂപയോ 16 രൂപയോ നമുക്ക് ഒരു യൂണിറ്റിന് ചിലവ് വരുന്നുണ്ട്. കമ്മേഴ്സ് മോട്ടറുകളൊക്കെ യൂസ് ചെയ്യുന്നിടത്ത് ഈ മോട്ടർ കുറച്ച് പഴകി കഴിഞ്ഞാൽ അതിന്റെ ഇൻസ്റ്റലേഷൻ കുറഞ്ഞിട്ട് എർത്തിലേക്ക് ലീക്ക് ആണുള്ള സാധ്യത കൂടുതലാണ്. വെള്ളിയാഴ്ചയൊക്കെ ആണെങ്കിൽ ഒരു സ്ലീപ്പ് മോഡിൽ ഇട്ട് പോകും. ശനി ഞായർ 2 ദിവസം ഫുള്ളായിട്ട് അത് സ്ലീപ്പ് മോഡിൽ കിടക്കണം. പക്ഷേ എങ്കിലും അത് എന്താവും, റൺ ആവാൻ സാധ്യത. അതുപോലെ പല മെഷീനുകൾ അത് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യും. UPS-കൾ, ഇൻവെർട്ടർ, അതുപോലെ ജനറേറ്ററുകൾ, ഇതിൻ്റെയൊക്കെ ബാറ്ററികൾ കംപ്ലൈൻറ്റ് ആണെങ്കിൽ, ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ, നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഈ ചാർജിങ് നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും, അതിങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയും നമുക്ക് വലിയൊരു ബില്ല് വരികയും ചെയ്യും. ആ ഇലക്ട്രിസിറ്റി ഏതെങ്കിലും രീതിയിൽ എർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. നമ്മൾ അറിയില്ല അങ്ങനെ പോകുന്നത്. അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കണം. ഫ്രീക്വൻ്റ് ആയിട്ട് പവർ ഫെയിലർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടെ അതൊരു കാരണമാണ്. എനർജി കൺസപ്ഷനും അത് കാരണമാണ്. ഗുഡ് മോർണിംഗ്, ഞാൻ രൂപേഷ് പാതാലിൻ, ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ. നമുക്ക് പണം ഉണ്ടാക്കുന്നതിനേക്കാൾ ഈസിയാണ് നമുക്ക് പണം സേവ് ചെയ്യുന്നതിന്. കാരണം നമുക്ക് ഉണ്ടാക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ടൈം കൊടുക്കേണ്ടി വരും, മാൻ പവർ കൊടുക്കേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് നമുക്ക് പണം ഇങ്ങോട്ട് കിട്ടുന്നത്. എന്നാൽ സേവ് ചെയ്യണമെങ്കിൽ ഇത്ര അധികം എഫോർട്ടില്ല. നമുക്ക് കുറച്ച് നോളജ്, കുറച്ച് ശ്രദ്ധയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പണം സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കുന്ന പണം നമ്മൾ വേസ്റ്റായി കഴിയുന്ന ഒരു പ്രധാന ഏരിയ ആണ് ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് പൈസ നമ്മൾ വേസ്റ്റായി കളയുന്നുണ്ട്. അതിലെ ഒരു പ്രധാന ഘടകമാണ് ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിസിറ്റി ബില്ല് എനർജി കൺസപ്ഷൻ അനുസരിച്ചിട്ടാണ്. ഈ എനർജി കൺസപ്ഷൻ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഈ പവർ ഫാക്ടർ എത്രമാത്രം കുറയുന്നോ അത്രമാത്രം നമ്മുടെ കൺസപ്ഷൻ കൂടും. അതനുസരിച്ച് നമുക്ക് എനർജി ബില്ല് കൂടും. ഇത് നമ്മുടെ വീട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് സിസ്റ്റത്തിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മെഷീനുകൾ, അതുപോലെ കമ്പ്യൂട്ടറുകൾ, അതുപോലെ അപ്ലയൻസുകൾ, ഇത്തരം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പവർ ഫാക്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ലോഡുകൾ കൂടുന്നതനുസരിച്ച് ഈ പവർ ഫാക്ടർ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പവർ ഫാക്ടർ എത്രമാത്രം കുറയുന്നോ അതനുസരിച്ചിട്ട് നമ്മുടെ എനർജി കൺസപ്ഷൻ കൂടും. അതുപോലെ മറ്റൊന്നാണ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ നമുക്ക് എന്തായാലും നമ്മുടെ ലൈനിലുണ്ടാവും. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടാൻ അതൊരു കാരണമാണ്. പ്രത്യേകിച്ച് ഈ വൈകുന്നേരം 6 മണി മുതൽ ഈ 10 മണി വരെ സമയത്ത് എന്തായാലും വോൾട്ടേജ് കുറവുള്ളൊരു സമയമാണ്. കാരണം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സമയത്തായതുകൊണ്ട് വോൾട്ടേജ് കുറവായിരിക്കും. ആ സമയത്ത് നമ്മളും അതിൻ്റെ അകത്ത് എന്തെങ്കിലും കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മെഷീനുകൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ എനർജി കൺസപ്ഷൻ കൂടുതലായിരിക്കും. ഇത് മാത്രമല്ല, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ്റെ കൊണ്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിന് നമ്മുടെ KECBക്ക് ഈ എനർജി ബില്ല് കണക്കാക്കുന്നത് കുറച്ച് പീരീഡ് വെച്ചിട്ടാണ്, ഒരു ടൈം പീരീഡ് വെച്ചിട്ട് കൂടെയാണ് കണക്കാക്കുന്നത്. അതിൽ നോർമൽ ടൈം, പീക്ക് ടൈം, ഓഫ് പീക്ക് ടൈം എന്ന് പറഞ്ഞ് 3 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പീക്ക് ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയാണ്. നോർമൽ എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയമാണ്. ഓഫ് പീക്ക് എന്ന് പറയുന്നതാണ് ഈ നൈറ്റ്, രാത്രി 10 മണി മുതൽ വെളുപ്പിന് 6 മണി വരെയുള്ള സമയം. നമ്മുടെ യൂണിറ്റ് റേറ്റ് ഓരോ പീരീഡിനനുസരിച്ചും വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മളൊരു നോർമൽ ടൈമിൽ, അതായത് പകൽ സമയത്തെ യൂണിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 7 രൂപയെന്ന് വിചാരിക്കുക. എന്നാൽ ഇത് പീക്ക് ടൈമിലേക്ക് ഇതൊരു 12 രൂപയോളം വരും. എന്നാൽ ഈ ഓഫ് പീക്ക് ടൈമിൽ അതിൽ 5 രൂപയായിരിക്കും. ഇതിലെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈകുന്നേരം, അതായത് ഈ പീക്ക് ടൈമിൽ നമ്മൾ എനർജി കൺസ്യൂം ചെയ്യുന്നത്, എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് യൂണിറ്റ് റേറ്റ് കൂടുതലാണ്. അതൊരു 12 രൂപ, ഒരു യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചാൽ 12 രൂപയാവുമെന്ന് വിചാരിക്കുക. അതേസമയം അതിനോടൊപ്പം തന്നെ അതിൻ്റെ വോൾട്ടേജ് ആ സമയത്ത് നമുക്ക് കുറവാണ്. ആ വോൾട്ടേജ് കുറയുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ നമുക്ക് എനർജി കൺസപ്ഷൻ കൂടും. ഇങ്ങനെ എന്താവും, നമുക്ക് ഈ 12 രൂപ എന്നുള്ളത് 15 രൂപയോ 16 രൂപയോ നമുക്കൊരു യൂണിറ്റിന് ചിലവ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ ഈ പീക്ക് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തായി, നമുക്ക് നമ്മുടെ ബില്ല് ഒരുപാട് കൂടാൻ ഇതൊക്കെ കാരണമാണ്. ഇതൊക്കെ നമ്മുടെ കുറച്ച് അശ്രദ്ധ കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബില്ലുകളൊക്കെ നമുക്ക് ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ കമ്പനികളൊക്കെ ആണെങ്കിൽ ഇതിനനുസരിച്ച് ഈ പീക്ക് ടൈം, ഓഫ് പീക്ക് ടൈം അനുസരിച്ചിട്ട് നമുക്ക് പല വർക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു വേരിയേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് പവർ ഫെയിലർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടെ അതൊരു കാരണമാണ്. എനർജി കൺസപ്ഷനും അത് കാരണമാണ്. കാരണം ഒരു മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഫ് ആകുന്ന സമയത്ത്
ആ, അത് വീണ്ടും റീസ്റ്റാർട്ടായി വീണ്ടും കറണ്ട് വന്നു. ആ സമയത്ത് റീസ്റ്റാർട്ട് ആകുന്ന സമയത്ത് വീണ്ടും അത് വളരെയധികം കൺസ്യൂം ചെയ്യും. അത് സ്റ്റാർട്ട് ആവുന്ന സമയത്ത്. അപ്പോൾ അത് നമ്മുടെ കൺസപ്ഷൻ കൂടുകയും ഇലക്ട്രിസിറ്റി ബില്ല് കൂടാനും ഇതൊക്കെ ഒരു കാരണമാണ്. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നമ്മൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് പവറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് UPSകൾ, ഇൻവെർട്ടർ, അതുപോലെ ജനറേറ്ററുകൾ, ഇതിൻ്റെയൊക്കെ ബാറ്ററികൾ കംപ്ലൈൻ്റ് ആണെങ്കിൽ, ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ, ആ ബാറ്ററികൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇത് ചാർജിങ് ഡിസ്ചാർജിങ് ഈ ബാറ്ററിക്കകത്ത് തന്നെ ഓട്ടോമാറ്റിക് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഈ ചാർജിങ് ഇതിൻ്റെ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും, നമ്മുടെ എനർജീനെ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ആ ബാറ്ററി. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ഓഫീസുകളൊക്കെ നമ്മൾ ഫുൾ ഓഫ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ഈ ഇൻവെർട്ടർ അല്ലെങ്കിൽ ഈ UPS ഇതിന് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി എന്താവും, അതിങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയും നമുക്ക് വലിയൊരു ബില്ല് വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഫ്രീക്വൻ്റ് ചെക്ക് ചെയ്യുന്നതൊക്കെ, ബാറ്ററി ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഡേറ്റ് നോക്കുക, അത് ചെക്ക് ചെയ്യാൻ വോൾട്ടേജ് നോക്കുക, അത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് എനർജി ബില്ല് വളരെയധികം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊന്നാണ് ഫാൻറ്റം ലോഡ്സ് എന്ന് പറയുന്നത്. ഫാൻറ്റം ലോഡ്സ് എന്ന് പറയുന്നത് നമുക്ക് മെഷീനറികൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഓഫ് ചെയ്യാണ്ട് അത് സ്ലീപ്പ് മോഡിലിട്ട് പോകും. പ്രത്യേകിച്ച് കമ്പ്യൂട്ടറുകളൊക്കെ ചിലപ്പോൾ ചില ഓഫീസുകളിൽ 10-500 കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 200 കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും. ഈ കമ്പ്യൂട്ടറുകളൊക്കെ സ്ലീപ്പ് മോഡിലേക്ക് ഇട്ടിട്ട് പോകുക. ചിലപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ ആണെങ്കിൽ അവർ സ്ലീപ്പ് മോഡിൽ ഇട്ട് പോകും. ശനി, ഞായർ 2 ദിവസം ഫുള്ളായിട്ട് അത് സ്ലീപ്പ് മോഡിൽ കിടക്കണം. പക്ഷേ എങ്കിലും അതെന്താവും, റൺ ആവാൻ സാധ്യത. അതുപോലെ പല മെഷീനുകൾ ഇത് നമ്മൾ കൃത്യമായി ഓഫ് ചെയ്തില്ലെങ്കിൽ, പവർ ഓഫ് ചെയ്തില്ലെങ്കിൽ അത് റൺ ചെയ്യുന്നതിന് വേണ്ടി, അതിൻ്റെ കൺട്രോൾ സിസ്റ്റം റൺ ചെയ്യുന്നതിന് വേണ്ടി അത് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യും. ഇത് ഓട്ടോമാറ്റിക് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്താകും, ഇത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടെ ഇതൊരു കാരണമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ലീക്കേജ് എന്ന് പറയുന്നത്. നമുക്ക് കുറേ പഴയ ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വയറിങ് കംപ്ലൈൻറ്റ് ഉണ്ട്. അതുപോലെ മറ്റൊന്നാണ് എന്തെങ്കിലും ഈ മെഷീനുകൾ ഉണ്ടാവുമല്ലോ, ഈ മെഷീനുകൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിലൂടെയൊക്കെ ഈ ഇലക്ട്രിസിറ്റി ലീക്കായി പോകും. നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ വരുന്ന ആ ഇലക്ട്രിസിറ്റി ഏതെങ്കിലും രീതിയിൽ എർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. നമ്മൾ അറിയില്ല അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കണം, നമ്മൾ അറിയുന്നില്ല. ഇതൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടെ ഒരു കാരണമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ AC ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, AC ഒക്കെ നമ്മൾ എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, ഓഫീസിലാണെങ്കിലും വീടുകളിലൊക്കെ നമ്മൾ AC യൂസ് ചെയ്യുന്നുണ്ടാവും. ഇത് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടെ അത് കാരണം ഗ്യാസ് ലീക്കേജ് സംഭവിക്കുന്നുണ്ട്. ഗ്യാസ് ചിലപ്പോൾ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ AC കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കൂളാവാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കംപ്രസർ വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അത് ഇലക്ട്രിസിറ്റി ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോപ്പറായിട്ടുള്ള ഈ മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ, ഈ AC ഒക്കെ മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ ഈ ബില്ല് കൂടാൻ പ്രധാന കാരണമാണ് അതൊക്കെ. അതുപോലെ മറ്റൊരു പ്രധാനമാണ് നമ്മുടെ ഈ സബ്മേഴ്സിബിൾ മോട്ടറുകളൊക്കെ യൂസ് ചെയ്യുന്നിടത്ത് ഈ മോട്ടർ കുറച്ച് പഴകി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസുലേഷൻ കുറഞ്ഞിട്ട് ഈ എർത്തിലേക്ക് ലീക്ക് ആവാൻ, സപ്ലൈ എർത്തിലേക്ക് ലീക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് പ്രത്യേകിച്ച് തടയാൻ നമുക്ക് പറ്റുന്നത് ചില കേസുകളിൽ ചില ഈ സിംഗിൾ പോൾ സ്വിച്ചുകളായി ചിലപ്പം ചില മോട്ടറുകൾക്ക് വെച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരു MCB ടൈപ്പ് ആയിരിക്കും, സിംഗിൾ പോൾ MCB ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അതിന് സ്റ്റാർട്ടറായിട്ട് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ഈ മോട്ടർ എപ്പോഴും ഈ മോട്ടറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയും ഈ മോട്ടറിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് തടയുന്നതിന് നമുക്കൊരു DP സ്വിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഈ കോൺടാക്ടർ ടൈപ്പ് സ്റ്റാർട്ടറുകൾ യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. DOയിലും സ്റ്റാർഡൽറ്റയൊക്കെ അത്തരം സ്റ്റാർട്ടറുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടും നമുക്ക് ഒരു പരിധിവരെ ഇതൊക്കെ തടയാൻ പറ്റും. അതുണ്ടെങ്കിൽ മോട്ടർ മാറ്റുകയോ ഒക്കെ ചെയ്യും. ഇൻസ്റ്റലേഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് കുറയ്ക്കാൻ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടാൻ അതൊരു കാരണമാണ്. പ്രത്യേകിച്ച് ഈ ലൈറ്റുകളൊക്കെ, ഈ സ്ട്രിപ്പ് ലൈറ്റൊക്കെ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞതാണ് യൂസ് ചെയ്യുന്നത്, പെട്ടെന്ന് ഹീറ്റ് ആകുകയും അത് എനർജി കൺസപ്ഷൻ കൂടുകയൊക്കെ ചെയ്യും. അതുപോലെ വയറിങ്ങൾ ലോ ക്വാളിറ്റി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എനർജി കൺസപ്ഷൻ കൂടാൻ അതൊക്കെ ഒരു കാരണമാണ്. അതുപോലെ ലൈറ്റ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ കൃത്യമായിട്ട് ലൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് എനർജി ബില്ല് കൂടാൻ അതൊരു കാരണമായി തീരും. അതായത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ലൈറ്റുകൾ 3 മോഡിലാണ് സെറ്റ് ചെയ്യുക. അതായത് ഒന്ന് വാം മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം, നമ്മൾ ചിലപ്പോൾ TV കാണുന്ന സമയം, അങ്ങനെ ആ ഒരു സമയത്ത് ഒരു വാം ലൈറ്റ്, ചെറിയ ലൈറ്റ് ആയിരിക്കും നമുക്ക് അവിടെ വേണ്ടി വരിക. ആ സമയത്ത് ഓണാക്കാൻ പറ്റിയ ഒരു ലൈറ്റും അതിനുള്ള കൺട്രോളുമാണ് അവിടെ വേണ്ടത്. പിന്നെ മറ്റൊന്നാണ് ബ്രൈറ്റ് മോഡെന്ന് പറയുന്നത്. ബ്രൈറ്റ് മോഡ് നമ്മൾ ഫുഡ് കഴിക്കുക, അതെല്ലാം വായിക്കുക, ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ബ്രൈറ്റ് ആയിട്ട് ലൈറ്റുകൾ വേണം. അത്തരത്തിലുള്ള ലൈറ്റുകൾ മാത്രം മതി, ആ സമയത്ത് വാം ലൈറ്റുകൾ വേണ്ട. അപ്പോൾ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു മോഡിൽ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ ആ ലൈറ്റ് സിസ്റ്റം വേണം. മറ്റൊന്നാണ് സെലിബ്രിറ്റി മോഡെന്ന് പറയുന്നത്. ഈ സെലിബ്രിറ്റി മോഡെന്ന് പറയുന്നത്
നമുക്ക് ചിലപ്പോൾ വിശേഷ ദിവസങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ നടക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇടാൻ വേണ്ടി നമ്മുടെ അലങ്കാര ലൈറ്റുകളും LED സ്ട്രിപ്പുകളും അതുപോലെ ഫാൻസി ലൈറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം ലൈറ്റുകളൊക്കെ നമുക്കത് ഇടയ്ക്ക് ഇതുപോലെ സെലിബ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് മാത്രം യൂസ് ചെയ്യുന്ന ലൈറ്റുകളാണ്. അപ്പോൾ ഇത് മാത്രം ആ സമയത്ത് അത് മാത്രമായിരിക്കും വേണ്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ലൈറ്റുകളും അതിൻ്റെ കൺട്രോളും മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ 3 മോഡിലൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് എനർജി ബില്ല് നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, നമുക്ക് ഓട്ടോമേഷൻ ഇല്ലാത്തത്. പല ഏരിയയിൽ നമുക്ക് ഓട്ടോമേഷൻ ആവശ്യമുണ്ടാകും. അതായത് ചിലപ്പോൾ നമുക്ക് ചില ഷോപ്പുകൾക്കൊക്കെ ഫ്രണ്ടിൽ നമുക്ക് ഈ ലൈറ്റ് ബോർഡുകൾ കാണുമല്ലോ. ഈ ലൈറ്റ് ബോർഡുകൾ കൃത്യസമയത്ത് ഓൺ ആകുകയോ പിന്നെ ഓഫ് ആകുകയോ ചെയ്യുന്നുണ്ടാവത്തില്ല. ചിലപ്പോൾ പകൽ മുഴുവൻ ചിലപ്പോൾ കത്തി കിടക്കുന്നുണ്ടാവും. കാരണം അത് ആവശ്യമില്ല, കാരണം ആൾക്കാർ മറന്നു പോയതായിരിക്കും. അപ്പോൾ ഇത്തരം കാരണങ്ങളെ കൊണ്ടും ഇലക്ട്രിസിറ്റി ബില്ല് കൂടെ അതൊരു കാരണമാണ്. അതുപോലെ വലിയ ഹോസ്പിറ്റൽ പോലുള്ള വലിയ ആൾ സഞ്ചാരമില്ലാത്ത പാസേജുകളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ചെറിയ സെൻസറുകളൊക്കെ വെച്ചിട്ട് അതിലൊക്കെ ഒന്ന് ആ ലൈറ്റൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ ചെറിയ ഏരിയ, അതുപോലെ മറ്റേ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ, ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവിടെ എനർജി ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബില്ല് ഒരുപാട് കുറയ്ക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഓട്ടോമേഷനുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു പുതിയ ഇലക്ട്രിക്കൽ വയറിങ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പുതിയ വയറിങ് ചെയ്തതിന് ശേഷം നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഉള്ള ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ ചെറിയ ചെറിയ ഓട്ടോമേഷൻസ്, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെറിയ ചെറിയ ഓട്ടോമേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ലിൽ നമുക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റും. നമ്മൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വയറിങ് നമ്മളത് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് ഒരു 5 വർഷമൊക്കെ ആയിട്ട് മതി നമ്മൾ നിർബന്ധമായിട്ടും നമ്മളുടെ ഈ ഇലക്ട്രിക്കലിൽ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൻ്റെ പല കാരണങ്ങളായിട്ട് ഉണ്ടായേക്കാം. ഈ നമ്മുടെ എനർജി കൺസപ്ഷൻ കൂട്ടുന്ന പല കാരണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പണം വേസ്റ്റാക്കി കളയുന്ന പല കാരണങ്ങളും ഈ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാവും. ഇത്തരം പ്രശ്നങ്ങളെ എതിരൊക്കെയാണ് നമ്മുടെ ഈ പണം വേസ്റ്റായി പോകുന്നുള്ളത് കണ്ടെത്തി, നമ്മുടെ ഇലക്ട്രിക് സിസ്റ്റത്തിലെ കംപ്ലൈൻറ്റുകൾ കണ്ടെത്തി ആ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുന്ന ആ രീതിക്ക് പറയുന്ന പേരാണ് പോസ്റ്റ് ഇലക്ട്രിക് ഇൻസ്റ്റലേഷൻ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കൺസൾട്ടിങ് നടത്തിയാൽ മാത്രമാണ് നമ്മുടെ ഇലക്ട്രിക് സിസ്റ്റം അത് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ അതിൽ ഏതൊക്കെ രീതിയിൽ നമ്മുടെ പണം വേസ്റ്റായി പോകുന്നുണ്ടെന്ന് കണ്ടെത്തി അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റം സോൾവ് ചെയ്യേണ്ടത് ഇപ്പം റെസിഡൻഷ്യൽ ഏരിയ ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ ഏരിയ ആയിക്കോട്ടെ, അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിക്കോട്ടെ, ഏത് ഏരിയയിലാണെങ്കിലും ഈ ഇലക്ട്രിസിറ്റിയെ നമുക്കൊന്ന് സ്കെച്ച് ചെയ്ത് അതിൻ്റെ പ്രശ്നം കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്താൽ നമുക്ക് എക്കാലത്തേക്കുമുള്ള ഒരു വലിയ സേവിങ് ആയിരിക്കും. അതായത് നമുക്കൊരു വർഷം ഒരു 10 ലക്ഷം രൂപ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു 6 ലക്ഷത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു 5 ലക്ഷത്തിലേക്ക് നമുക്കത് കുറയ്ക്കാൻ പറ്റും. അതായത് നമുക്കൊരു 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ നമുക്ക് ഒരു വർഷം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് എല്ലാ മാസവും അല്ലെങ്കിൽ ഈ 2 മാസത്തിലും നമുക്ക് പർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എന്താണോ നമ്മുടെ പണം ലോസായി പോകുന്നത് ഏരിയയിലൂടെയാണോ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ ഈ നമ്മുടെ എനർജി കൺസപ്ഷൻ കൂടുന്നത്, അത് കണ്ടുപിടിച്ച് സോൾവ് ചെയ്താൽ നമുക്ക് വലിയൊരു സേവിങ് ആയിരിക്കും അവിടെ നടക്കുന്നത്. അപ്പം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ ഈസിയാണ് നമുക്കത് സേവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ പണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളത് വെറുതെ വേസ്റ്റാക്കി കളയാൻ പാടില്ല. അപ്പോൾ നമ്മളത് സേവ് ചെയ്യണം. അപ്പോൾ ഇത്തരം എന്തെങ്കിലും കൺസൾട്ടിങ്ങിനോ ഇതിൻ്റെ ഫോം സോൾവ് ചെയ്ത് പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനോ എന്തെങ്കിലും റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തെ കണക്ട് ചെയ്യാം. ഏഗർ പീക്ക് LLP ആണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് വെബ്സൈറ്റിലേക്ക് കയറി നോക്കിയാൽ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാം. ഇറ്റ്സ് മീ രൂപേഷ് പതാലി, ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ. ഗുഡ് ലക്ക്.